എന്താ രമ്യേ? ഈ പെണ്ണുങ്ങൾ എന്തൊക്കെയോ പറയുന്നു. എന്താ ആ കിന്നരി ചമ്പിക്കും തമ്മിൽ എന്താടാ? ഞങ്ങൾ തമ്മിൽ ഹായ് ബൈ ബന്ധം. ഓഹോ, അതായിരിക്കും 2-2.5 മണിക്കൂർ ആ പുഴവക്കത്ത് ഇരുന്നും കൊണ്ട് രണ്ടാളും കൂടി ഹായ് ബൈ എന്ന് പറയുന്നത്. എടാ, എന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ എല്ലാരുടെ അടുത്ത് ഉടായ്പ കളിക്കും പോലെ ഈ പ്രഭിജന്റെ അടുത്ത് ഉടായ്പം കൊണ്ട് വരണ്ട കേട്ടോ. എന്റെ പൊന്ന് പ്രഭിചേച്ചി, ഞങ്ങൾ മീനിന് തീറ്റ കൊടുക്കാൻ പോയതല്ലേ? ആണോ? നിങ്ങൾ രണ്ടാളും കൂടിയാണോ ഈ അകലാപ്പുഴയിലെ മീനൊക്കെ തീറ്റ കൊടുക്കുന്നേ? ഇവളെ കൂട്ടിക്കൊണ്ടായ മീൻ തീറ്റ തിന്നൂലേ? ഏട്ടാ, ഈ പെണ്ണുങ്ങൾക്ക് നമ്മള് കുടുംബമായിട്ട് ജീവിക്കുന്ന കാണുമ്പോ അസൂയ. അങ്ങനെ പറഞ്ഞു. എന്നത് എന്നോട് പറയണടി. സ്വന്തം കൂടപ്പറപ്പിനെ പോലെ ആയിട്ടാ ഞാൻ എന്നോട് ഈ സത്യം പറയാൻ വന്നത്. ഈ നോക്കിക്കോ, ഈ ഭൂലോക ഉടായ്പ് കാരണം ഇന്റെ വീടിന്റെ മുറ്റത്ത് പട്ടി കാര്യം പോലെ വന്ന് കരയടി. നമുക്ക് കാണടി. പിന്നെ എന്നോട് ഈ ഒന്ന് സൂക്ഷിച്ചോ, അണക്കുള്ളതും കൊണ്ട് ഞാൻ വരട്ടോ. അവന്റെ ഒരു മീനെ തീറ്റിക്കല്. ഹായ് ബൈ വരടാ ഞാൻ. എന്നാലും എന്റെ പ്രഭിചേച്ചിയെ, ഏട്ടൻ എനിക്ക് വിശ്വാസം. നോക്ക്, നാട്ടുകാര് പലരും പലതും പറയും. നീ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. അല്ല, ഈ അംബികയായിട്ട് വല്ലതും? ഞാൻ ചായ എടുക്കാം. മോള് ചെന്ന് ചായ എടുക്ക. ചെല്ല, അടുപ്പം കൂട്ടിയെടുക്കണേ. ആടൊക്കെ നീ ഇങ്ങനത്തെ പരാതിയൊക്കെ സാധാരണ ബാലന്റെ അടുത്തല്ലേ പോയി പറയാറ്? ഇപ്പൊ വീട് മാറി കയറിയതാ? ഓരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്ക് അതൊക്കെ ഒരു കളി തമാശയാ. എനിക്കെന്റെ ജീവിത എന്നിട്ട് പ്രഭിചേച്ചി വന്ന് പറയാന്നേ, ആൻസൺ ചേട്ടനും അപ്പുറത്തെ വീട്ടിലെ അംബികയായിട്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കായി. കുറച്ചു ദിവസം കഴിഞ്ഞാലും ഞങ്ങൾ മിണ്ടി. അപ്പൊ ഞാൻ കണ്ട്. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഞങ്ങള് ആനന്ദേട്ടന്റെ മോള് നൂലേട്ടല്ലേ? ആണോ? അത് ശരി, അതിനത്രയ്ക്ക് ആയോ? പിന്നെ ഇന്ന് 28ാമത്തെ ദിവസല്ലേ? ഞാൻ വിചാരിച്ചു 2 ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ. അല്ല, കയ്യും വീശാ പോകുന്ന ഒന്നും വാങ്ങിയില്ല നിങ്ങള്? വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരാൾ കാത്തൊക്കെയുണ്ട്, അയാളോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി നിങ്ങള് രണ്ടാളും എങ്ങോട്ടാ? കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ. കല്യാണൊക്കെ അങ്ങ് അടുത്തോ? നിങ്ങള് തുണി എടുക്കാൻ? അതെ. കൊയിലാണ്ടിന്നാണോ എടുക്കുന്നത്? എന്നിട്ട് ചേച്ചി കൊയിലാണ്ടിന്നാ. പോട്ടേച്ചി. ജോണിയേട്ടാ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എന്റെ ജോണിക്കുട്ടിയേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയൊരു തെറ്റും ചെയ്യാട്ടെ നാട്ടുകാർ മൊത്തം എന്റെ മുറ്റത്ത് വന്നിക്കുന്നേ ആണോ? ഞാനൊന്നും ചെയ്തില്ല ജോണിക്കുട്ടിയേട്ടാ. ഇങ്ങോട്ട് പറയട്ടെ, നിനക്ക് ഇതിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ പെണ്ണുങ്ങള് കേസ് കൊടുത്താലുള്ള കുരിപ്പേ, നിന്നെ ഇവിടെ അല്ലാണ്ട് വേറൊരു പെണ്ണും കൂടെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കുളിച്ചൂടെ എനിക്ക്? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ എന്തോ വരുന്നേരം പറഞ്ഞില്ലോ. ഞാൻ തെളിച്ചത് വാ. എടാ, ഇനി കൊയിലാണ്ടിക്കൊക്കെ പോക്കണ്ടോ? എങ്ങനെയാ പോക്ക്? രാവിലത്തെ ഗായത്രിയില്ലേ ബസ്സില്. എന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് അരിക്കൂടി ചാടിക്കാൻ പോകും. ഏതോട്ടല്? അംബികയില്. എന്നിട്ടോ? എന്നിട്ട് നമ്മളെ എവിടെ പോവും? ലീല പ്രസ്സില്ലേ? പ്രസ് കയറ്റി അതിലൂടെ ഉച്ചയ്ക്ക് ചോറ് തന്നെ പോകും. എന്നിട്ട് ദാക്ഷാണിയില്. എന്നിട്ട് രാധിക തിരിച്ചിങ്ങ് വരും. നമ്മളെ ബസ് ആയിഷ ടൈലേഴ്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ കുഴപ്പം? കറക്റ്റാ, മൊത്തത്തിലൊരു മഹിളാമയം. നിനക്ക് ആൻസെന്ന് പേരിട്ടവൻ അടിക്കണം, പെൺസെന്ന് നേരിടണ്ടേ, മാറിപ്പോയതാ. എനിക്കൊരു കാര്യം അറിയാം, ഇവന്റെ വേറെ കാര്യം. ഇവനെ പോലെ വൃത്തികെട്ടവൻ. എടാ, ഇങ്ങനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഉൾപ്പെടെ എല്ലാവരുടെയും ജാതകം എന്ന് പറയുന്നത് ഇപ്പൊ ഫോണിന്റെ അകത്താ. എന്റെ ജാതകം എന്റെ ഫോണിലുണ്ട്. എന്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ച കാര്യമല്ല, എന്റെ ജീവിതമാകുന്ന ജാതകം ഒക്കെ മോളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്. എന്തൊക്കെ ഡിലീറ്റ് ആക്കിയാലും തിരിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായി കഴിഞ്ഞ് ഇനി എങ്ങനൊക്കെ എന്തൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ആളുകൾ അതറിയും. കാലം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇവൻ ആരാ വിദ്വാന്നറിയഞ്ഞി? എന്റെ പൊന്ന് ജോണിക്കുട്ടി, ഇവനൊക്കെ ചെയ്യുന്ന അഭ്യാസം കാണണം. ഇവൻ സ്കൂട്ടിയിൽ പോകുമ്പോ ഫോണും ഉണ്ടാവും കയ്യില്. വോയിസ് മെസ്സേജും ടൈപ്പിങ്ങും കോളിങ്ങും എന്താ അവന്റെ ഒക്കെ അഭ്യാസവും. ഇവൻ ചെയ്ത പണി കേൾക്കണം എനിക്ക്. നമ്മളെ രവീന്ദ്രേട്ടനില്ലേ, KSF-ലെ മൂപ്പര വൈഫിന് ഗൂഗിൾ പേ വഴി ഐ ലവ് യു എന്ന്. ഗൂഗിൾ പേന്റെ അകത്ത് ഇതൊക്കെ അയക്കാൻ പറ്റുമോ? എന്റെ പൊന്നു ജോണിക്കുട്ടിയേട്ടാ, അതൊക്കെ വെറുതെ പറഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല. വെറുതെയോ? ഇനി നിർത്തിക്കോ. അതാ എനിക്ക് ഒന്നും ചെയ്യാണ്ടാണോ ഈ അരി മണ്ണെണ്ണയും ഓയിലെല്ലാം തീർന്നോന്നേ ആണോ? ഇനി ഓട്ടോയുള്ള സഞ്ചിയും കൊണ്ടൊന്നല്ലല്ലോ റേഷൻ പീടി പോയിരുന്നേ അല്ലേ? അപ്പൊ അത് ആർക്കോ കൊണ്ടു കൊടുക്കുന്നില്ലേ? ഇതാ ഇങ്ങോട്ട് നോക്ക്,
ഞാൻ അവസാനമായിട്ട് എനിക്ക് വാണിംഗ് തരാണേ. ഇനി മേലാൽ ഇവള് കണ്ണും നിറച്ചുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ നിന്നാൽ നിന്നെ അടിച്ച് ഞാൻ ശരിയായിക്കളി കേട്ടോ. നല്ല പണിയിട്ട് എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഉണ്ടാവില്ല കേട്ടോടാ. ഞാനേ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഓന് മനസ്സിലായിട്ടുണ്ട്. ഇനി നീ ഇതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട, അത് നിനക്കും കൂടെ മോശ. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നേരെ അങ്ങോട്ട് വന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ആ ശരി. എന്താ മോശം പിന്നെ അവിടെ ഒരു ഓനൊന്ന് നീണ്ടു വലിഞ്ഞ് കൈയോക്കി തന്നാ തീർന്നില്ലേ? അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഇട്ടാ. എല്ലാരും എന്തിനു നിൽക്കുകയാണ് നീ? ഇനിയൊന്നും കാണാനൊന്നുമില്ല. അതിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞ് ഇനി ഒരു ചെറിയ ആന്റി ക്ലൈമാക്സും കൂടി ഉണ്ട്. അത് പിന്നെ പോ 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 എല്ലാരും പിരിഞ്ഞു പോ. കുടുംബങ്ങളിൽ തന്നെ കേട്ടോ. ആ മോളെ വിളി വിളി വിളി. ഒന്നും ഇങ്ങോട്ട് വാ. ഒന്നുമില്ല, ഞാളിങ്ങനെ ഇതിലേ പോയപ്പോ എന്നെ കണ്ടപ്പോ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് വെച്ച് നിന്നാണ്. അത് വേറൊന്നുമല്ല, ഇനിയിപ്പോ നല്ലൊരു കുടുംബജീവിതമൊക്കെ ആയിട്ട് പോകുന്ന ഒരാളല്ലേ. ഭർത്താക്കന്മാർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് ചില കാര്യങ്ങൾ ഓലെ കുടുംബത്തിൻ്റെ ഒരു അന്തസ്സൊക്കെ ഓർത്ത് ഇങ്ങനെ വെച്ചേക്കും. പക്ഷെ ഓരോന്നും പൊട്ടന്മാരാന്ന് മോള് വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ കണക്ഷൻ അതിന് നമുക്ക് പാടില്ല. കാരണം അതെല്ലാവർക്കും ദോഷം ചെയ്യും അല്ലേ? നമ്മുടെ നാടിന് വരെ, വെറും 2 വീട്ടുകാർക്കല്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. അതെ ചേട്ടാ, അതൊരു വൈബില്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് വൈബുള്ള ഒരാളെ കിട്ടിയപ്പോ ഞാനങ്ങ് മാറി. എന്റെ പൊന്ന് ജോണിക്കുട്ടി, +2 സ്കൂള് മാഷ്, സ്നേഹസമ്പന്നൻ, നിന്നെയാണെങ്കിൽ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ആ പ്രകാശ മാഷക്കില്ലാത്ത എന്ത് വൈബാണ് ആ കാട്ടാളിന്. ഒരു മിനിറ്റ്. ഓ ഹലോ ലാലോ, എന്തൊക്കെയുണ്ട്? അല്ല മോളെ, ഞാൻ ഇത്രയേരം എന്നോട് തന്നെയല്ലേ പറഞ്ഞു, മതിലിനോടൊന്നല്ലോ. ഞാൻ വിട്ട്, ഇത് വേറെ ആളാ വരുന്നേ. അല്ല ജോണിക്കുട്ടി, ഉമ്മക്കെന്താ ഈ വൈബില്ലാണ്ട് പോയത്? അതുകൊണ്ട് നല്ല മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല പുറയില്. അതുണ്ട്. അത് മതി മാഷങ്ങൾ വാ.